ചക്രവാളത്തിൻ്റെ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ നിന്നും നമ്മൾ ഇന്ന് യാത്ര പുറപ്പെടുന്നത് കൊടും ശൈത്യത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ വ്യത്യസ്തമായ കാഴ്ചകൾ തേടിയാണ് ഈ യാത്ര നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 25 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ വലതുവശത്ത് കാണുന്നതാണ് കല്ലാർകുട്ടി ഡാം. നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ട പവർ ഹൗസിലേക്ക് വെള്ളം ഇവിടെ നിന്നാണ്, ഈ ഡാമിൽ ശേഖരിക്കുന്ന വെള്ളമാണ് പവർ ഹൗസിലേക്ക് എടുക്കുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 185 അടിമാലി കുമളി ദേശീയപാത 185 കൂടിയാണ്. ഇതാണ് കല്ലാർകുട്ടി ഡാം. അപ്പം പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞു വീണിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു കൽക്കെട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം ഇവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ സമയത്ത് ഇടിഞ്ഞ് താഴോട്ട് പോയതാണ്. ഇത് അടിമാലിയിലേക്കുള്ള റോഡാണ്. നമ്മൾ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് ഈ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് വെള്ളത്തൂവല് കൂടി ആനച്ചാൽ ചിത്തിരപുരം കയറി ചെകുത്താമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെന്ന് വിടും. അപ്പോഴേക്കും ഈ റോഡ് തന്നെ അടിമാലിയിൽ ചെന്നിട്ട് അതുവഴി മൂന്നാറിലേക്കുള്ള ഹൈവേയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇത് കല്ലാർകുട്ടി അണക്കെട്ടിനോട് ചേർന്ന് ഉള്ള പാലമാണ്. ഇതിൻ്റെ അടിയിൽ കല്ലാർകുട്ടി ഡാമിലെ വെള്ളമാണ്. നിരവധി സന്ദർശകർ ഇപ്പോൾ ഇതൊരു മൂന്നാർ പോകുന്നതാണെന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ സന്ദർശകരെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് ഇതും നിരവധി വിദേശ സഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന റോഡാണ്. പക്ഷെ എന്ത് ചെയ്യാം, പക്ഷേ എല്ലായിടവും ഭയങ്കര കട്ടറായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു യാത്ര പോലും സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ കാര്യത്തിൽ വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രളയത്തെ തുടർന്ന് ഇടിഞ്ഞു പോയൊരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന വെള്ളത്തൂല് വഴി ആനച്ചാലിലോട്ട് കയറി പോകുന്ന വഴിയിലാണ് ഈ ഭാഗം. ഇതിപ്പം വലിയൊരു ഗർത്തമായിട്ട് തന്നെ കിടക്കുകയാണ്. നമുക്കിപ്പം രാത്രിയുടെ ഇതിൽ ഒരുപാട് നമുക്ക് കാണത്തില്ല. പക്ഷേ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ ഇച്ചിരി വളരെ സാഹസപ്പെട്ട് തന്നെ വേണം നമ്മളിപ്പോൾ ഈ വഴി കയറി പോകാനായിട്ട്. വീണ്ടും ഇവിടെ ബോർഡ്, നമ്മൾ താഴേന്ന് വരുമ്പോൾ ബോർഡ് വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ഒരെണ്ണം ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആനച്ചാലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള പാതയാണിത്. ഇതിപ്പം നമ്മൾ കയറി ചെല്ലുന്നത് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന ചെകുത്താമുക്ക് എന്ന് പറയുന്ന റോഡിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഈ വഴി ഇപ്പോൾ വളരെ നന്നായിട്ട് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ട് ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്. അപ്പോൾ വളരെ മനോഹരമായൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. തൊട്ട് ചേർന്ന് ഇപ്പം നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. തേയിലക്കാടുകളാണ് ഇഷ്ടം പോലെ ഉള്ളത്. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അപ്പം മൂന്നാറിലേക്ക് പോകുന്ന സന്ദർശകരുടെ വാഹനങ്ങളാണ് പോകുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം നമ്മളെപ്പോലെ തന്നെ ഒരു ഈ മഞ്ഞ് കാണുന്നതിന് വേണ്ടിയിട്ട്, അതോ മഞ്ഞുകെട്ടകൾ കൈകൊണ്ട് വാരുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം പുലർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം സന്ദർശകരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനച്ചാൽ കടന്നതോടുകൂടി തന്നെ ഇപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചില്ല് താത്തിയിട്ടിരിക്കുന്നതിൻ്റെ അതോടെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വളരെ മനോഹരമായ ഒരു റൈഡ് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ കാരണം റോഡ് കുഴപ്പമില്ല, റോഡ് നല്ല രീതിയിൽ ഈ മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നന്നായിട്ട് ഒരു BMBC നിലവാരത്തിൽ തന്നെ ടാർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് വളരെ സുന്ദരമായൊരു നമുക്ക് നന്നായിട്ട് ഇപ്പം ഏകദേശം ഇപ്പം 44 കിലോമീറ്ററോളം നമ്മളിപ്പം ചെറുതോണിയിൽ നിന്ന് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇതിപ്പം ഇനിയിപ്പോൾ കയറി ചെല്ലുന്ന ഇനി ഒരു വളവും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിലെ പ്രധാന പാതയിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പള്ളിവാസൽ പവർ കുത്ത്, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് വിശേഷിക്കപ്പെടുന്ന പള്ളിവാസൽ പദ്ധതിയുടെ ആ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഈ റോഡ് ലിങ്ക് ചെയ്തതിന് ശേഷം റൈറ്റിലോട്ട് നമ്മൾ തിരിയുമ്പോൾ ഉള്ള ആ ഭാഗത്തൊരു 2 കിലോമീറ്ററോളം നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് പള്ളിവാസലിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ പകലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് താഴ്വാരങ്ങൾ, വളരെ മനോഹരമായ പച്ച വിരിച്ച താഴ്വാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു.
അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ. ഈ ഇടയ്ക്കൊക്കെ തന്നെ ഇത് റോഡ് ഇവിടെ വീതി കൂട്ടിയിട്ടുണ്ട്. ഞാൻ മുൻപ് ഈ ഭാഗത്തോടെ വന്നപ്പോൾ ഇത്ര വീതിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു നല്ല DR ഒക്കെ കെട്ടി നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് ഈ പ്രളയത്തെ തുടർന്നാണോ അതോ അതിനു മുമ്പ് തന്നെ ചെയ്തതാണോ എന്നറിയത്തില്ല. അപ്പം എന്തായാലും സന്ദർശകർ നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ വലത്തോട്ട് നമ്മൾ തിരിയുകയാണ്. അത് ഇപ്പം മൂന്നാറിലേക്ക് അടിമാലിയിൽ നിന്ന് കോതമംഗലം ഭാഗത്തു നിന്നൊക്കെ വരുന്ന സന്ദർശകരുടെ വാഹനങ്ങളാണ് ഈ കടന്നു വരുന്നത്. അത് ഇഷ്ടം പോലെ എല്ലാ ചെറുപ്പക്കാർ വാഹനങ്ങൾ, ബൈക്കുകൾ, ബുള്ളറ്റുകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോടെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ കാഴ്ചകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പം ഒരു 2-3 കിലോമീറ്റർ ദൂരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കും, ടൗണിലേക്ക് എത്തും. ഇപ്പോൾ ഇങ്ങോട്ട് കയറി പള്ളിവാസൽ കഴിഞ്ഞപ്പോൾ അതിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം ഇവിടെയും കാണാം ആ കാഴ്ച. നിരവധി സന്ദർശകരെ ഒന്നിച്ച് ആഴി കൂട്ടിയിട്ട് അവരത് തണുപ്പിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് ഇവ കാണുന്നത്. നമ്മൾ മൂന്നാറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വലത് സൈഡിൽ നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, പൈൻ കാടുകളാണ് ഇവിടെ. ഇതാണ് മൂന്നാറിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ്. അതിൻ്റെ ഇരു സൈഡുകളിലായിട്ടും ചെറുപ്പക്കാർ ഉൾപ്പെടെ വാഹനങ്ങളുമായിട്ട് അവർ സമയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു ദിവസത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ 5 മണിയോടെയായി, പ്രഭാതം 5 മണിയായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെറുതോണിയിൽ നിന്നും 3:05-നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇപ്പം കൃത്യം 5 മണിയായി. ഇപ്പോൾ ഏകദേശം 52 കിലോമീറ്ററോളം നമ്മൾ ദൂരം പിന്നിട്ടാണ് നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിരിക്കുന്നത്. നമ്മളിടയ്ക്ക് ഈ അടിമാലി കൂടി പോരാതെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ദൂരം ലാഭിക്കാൻ സാധിച്ചു. പിന്നെ ഇവിടെ എല്ലാ ആളുകൾ ചെറിയ തോതിൽ ഈ ചപ്പൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ച് അവർ തണുപ്പിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും തണുപ്പ് ആസ്വദിക്കാനാണ് വരുന്നതെന്ന് ഇവിടെ ഈ സൈഡിൽ കണ്ടില്ലേ. അത് എല്ലായിടത്തും അവിടെ എല്ലാ ആളുകൾ തണുപ്പ് വട്ടം കൂടിയിരുന്ന് തണുപ്പിന് ഇത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയം തണുപ്പിനോട് മാത്രമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രോളൊക്കെ ഒരുപാട് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അസ്ഥിയെ മരവിപ്പിക്കുന്ന തണുപ്പ് ഏക്കാൻ സാധിക്കാതെ, അത് പ്രത്യേകിച്ച് എറണാകുളം അങ്ങനെ മറ്റ് നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ ചൂടുള്ള മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ തന്നെ അവർക്ക് ഈ പെട്ടെന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് അവർക്ക് ഒരുപാട് നേരം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും അല്ല, വളരെ കുറച്ച് പേർക്കെങ്കിലും. പക്ഷേ ചെറുപ്പക്കാരെല്ലാവരും ഉണ്ടായിരുന്നില്ലേ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാരണം അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തണുപ്പിനെ അതിജീവിച്ചാണ് അവരിപ്പോൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇവിടെ -2 വരെ ഇവിടെ തണുപ്പ് താന്നിരുന്നു. അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് എത്രത്തോളം ആണെന്നറിയത്തില്ല. പക്ഷേ എങ്കിലും നമ്മൾ പള്ളിവാസലൊക്കെ കടന്നപ്പോൾ മുതൽ നമുക്ക് വളരെയധികം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം മൂന്നാർ ടൗണിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലുമായിട്ട് വാഹനങ്ങൾ ഒരുപാട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾക്ക് കഷ്ടി കടന്നു പോകാനുള്ളൊരു പ്ലേസേ ഉള്ളൂ. അതിനിടയിൽ റോഡിലേക്കൊക്കെ ചില വാഹനങ്ങൾ ഇറങ്ങി കിടക്കുന്നുണ്ട്, ചില വാഹനങ്ങൾ വെറുതെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് മൂന്നാറിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ തിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകം. പല സമയങ്ങളിൽ ഇവിടെ തിരക്ക് മൂലം ട്രാഫിക് ജാമുകൾ വന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലൊരു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ട്രാഫിക് കുരുക്ക് മൂലം മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇവിടത്തേക്ക് ഒരു ബദലായിട്ട് ഒരു സംഭവം ഇതുവരെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രാഫിക് പ്രശ്നങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ കാര്യമായിട്ടൊരു പഠനം നടത്തി ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മൂന്നാറിൻ്റെ ഈ വളർച്ചയെ, ഇവിടുത്തെ ടൂറിസം വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടുത്തെ തിരക്ക് മൂലം തന്നെ സന്ദർശകർ നിരവധി പേര് ഈ ഒരു ഭീതി, ഇപ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോകുമെന്നുള്ള ഒരു ഭീതി മൂലമാണ് പലരും മൂന്നാറിലേക്ക് കടന്നു വരാതെ
അവർ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതേപോലെ സമാനമായ കാലാവസ്ഥയുള്ള മറ്റ് പ്രദേശങ്ങൾ തേടി, അപ്പോൾ കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടി, അതും അല്ലെങ്കിൽ വാൽപ്പാറ പോലുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ചയും ഉണ്ട്. ഇവിടെ നിന്നാണ് രാജമലയ്ക്ക് ഏകദേശം 14 കിലോമീറ്റർ മാത്രമാണ് രാജമലയ്ക്ക് ഇവിടുന്ന് ദൂരമുള്ളൂ. രാജമല എന്ന് പറയുന്നത് അവിടെ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി, അത് ആ സീസൺ ഈ തവണ മൂന്നാറിന് വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത്. പ്രളയം മൂലം, ശക്തമായ മഴ മൂലം ഇവിടെ മൂന്നാറിലെ ഈ തവണ ടൂറിസത്തിൽ വലിയൊരു ഇടിവാണ് ഉണ്ടായത്. പക്ഷേ അത് പരിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ 2-3 ദിവസത്തെ മഞ്ഞുവീഴ്ച മൂലം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കാഴ്ചയിലേക്ക് കാണാൻ വേണ്ടി നിരവധി സന്ദർശകർ എത്തുന്നത് തന്നെ മൂന്നാറിലെ ടൂറിസത്തിന് മഴക്കാലം മൂലം, മഴ മൂലം നീലക്കുറിഞ്ഞി വസന്തം നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യം ഇവിടുത്തെ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അവർക്കൊക്കെ വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന, പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് വിടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ മൂന്നാറിലെ ഈ ഒരു സമകാലീന സാഹചര്യം നൽകുന്നത്. ഇത് കന്നിമല എന്ന് പറയുന്ന സ്ഥലമാണ്. കന്നിമലയിൽ ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഞ്ഞ് വീണ്. പക്ഷേ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിരവധി സന്ദർശകരാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പല സ്ഥലങ്ങളിലും മഞ്ഞിറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ച ആ ഫോട്ടോ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് കാണാൻ സാധിക്കുമെന്ന് കരുതിയാണ് ഈ കാണുന്ന ആളുകളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങ് ദൂരെ ആ മലകളിലെല്ലാം സൂര്യപ്രകാശം വീണ് കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇങ്ങോട്ട് താഴ്വാരങ്ങളിലേക്ക് വെളിച്ചം അധികം വന്നിട്ടില്ല. മഞ്ഞ് കണങ്ങൾ തപ്പി നടക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത് മൊത്തം. എല്ലാ ആളുകളിലും ഇപ്പോൾ ഈ തണുപ്പ് വളരെ നല്ല മനോഹരമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ പലയിടത്തും ആഴികൂട്ടി ആളുകൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ആ മഞ്ഞ് വീഴ്ച, ആ മഞ്ഞുകൾ കൈകളിൽ വാരിയെടുത്ത് എറിയുവാനുള്ള ഒരു ആഗ്രഹവുമായിട്ട് വന്ന ആളുകളിലെല്ലാം നിരാശയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നിരവധിയായ ആളുകൾ ഇവിടെ മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള മേഖലകളിലെല്ലാം നിരവധി സന്ദർശകർ വന്നിട്ടുണ്ട്. ഇത് ചെറുതോണിയിലെ ഒരു ഫോട്ടോഗ്രാഫറാണ് ബിജു കെ ദാമോദർ. ഇദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. കിലോമീറ്ററുകളോളം പ്രദേശങ്ങളിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഇടത്തും ഇനിയാണ് കൂടുതൽ മഞ്ഞ് കണങ്ങൾ ഇങ്ങനെ പറ്റി കിടക്കുന്നത് കാണുന്നത്. പക്ഷേ തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഉരുണ്ട് വീണിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നിരവധി കുടുംബങ്ങൾ, ഫാമിലികളായിട്ട് നിരവധി ആളുകൾ. ഇതിന് തൊട്ട് താഴെ ഒരു റിവർ ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. നമ്മൾ ആ റിവറിൻ്റെ സൈഡിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അധികം ജാക്കറ്റൊക്കെ ഇടാതെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ തണുപ്പ് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. കന്നിമലയിലെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് നിരവധി സന്ദർശകർ ഇതിനോടകം വന്നു. കുറേ പേര് വന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോയി. നമ്മൾ ഈ അങ്ങേയറ്റം ആ ഭാഗങ്ങളിലായിട്ട് കുറച്ച് മഞ്ഞ് ഉണ്ടെന്നാണ് ഇവിടെ സന്ദർശിച്ചവർ പറഞ്ഞത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിലൊക്കെ മഞ്ഞ് പറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ശരിയായ ഇത് കണ്ടില്ലേ, ശരിയായിട്ട് അത് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഇപ്പോൾ ചെരുപ്പിൻ്റെയൊക്കെ അടിഭാഗം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം മഞ്ഞ് ഉറഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഉണ്ടോ. പക്ഷേ അത് നമുക്ക് കൂടുതൽ അങ്ങനെ ഒരു ഇവിടുന്ന് വ്യക്തമായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ
മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുറ്റുവട്ടം ആ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചയല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ആ മലയുടെ അങ്ങ് മുകൾ ഭാഗങ്ങളിലായിട്ട് ഇച്ചിരി സൂര്യപ്രകാശം വന്ന് വീണിട്ടുണ്ട്. പക്ഷേ താഴ്ഭാഗത്തേക്ക് ഇനി വെളിച്ചം വന്ന് വീഴുന്ന ആ സമയത്താണ് ഏറ്റവും മനോഹരമായിട്ട് ആ വെളിച്ചത്തിൽ വെട്ടി തിളങ്ങുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയായ നമുക്കൊരു കാഴ്ച നമുക്ക് ലഭ്യമാവുക. സത്യനന്ദിക്കാടിൻ്റെ നിരവധി സിനിമകളിൽ ഈ ലൊക്കേഷൻ ഒരു പ്രധാന ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കന്നിമലയിൽ നമ്മൾ ഈ പ്രദേശങ്ങളെല്ലാം കണ്ടു, മഞ്ഞ് വീഴുന്നത് കണ്ടു, മഞ്ഞ് കണങ്ങൾ കണ്ടു. മനോഹരമായ കാഴ്ചയായിരുന്നു. ഈ ആഴിക്കുള്ളിൽ ആഴിയുടെ സമീപത്ത് ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന കാഴ്ചകൾ കണ്ടു. ഇതിനു മുമ്പ് ഇതേപോലെ കാഴ്ച കണ്ടത് നമ്മൾ ഒരു പ്രളയകാലത്തായിരുന്നു. ആ പ്രളയത്തിന് ശേഷം പ്രകൃതി വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളിലൂടെ മനുഷ്യനെ വീണ്ടും ഒരുമിച്ച് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കാണുന്നത്. അതാണ് പ്രകൃതി ശക്തിയോട് അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകും. ഇപ്പോഴത്തെ ഈ സമകാലീന സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.